കൂടുതൽ സംസാരിച്ച ഒരെണ്ണം തരും ഞാൻ നിനക്ക്. നിങ്ങൾ 4 പേരും ചേർന്ന് എന്തോ പ്രശ്നം മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അയ്യോ അങ്ങനെയൊന്നും ഇല്ല അമ്മേ, വെറുതെ ഞങ്ങളെ സംശയിക്കല്ലേ. ഇത്രയും സംശയമൊന്നും നല്ലതല്ല അമ്മേ. ശരി, എന്നാ അമ്മ എവിടെ പോയി? ബാത്റൂമിലുണ്ട്. കള്ളം പറയല്ലേ അമ്മേ, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അവള് ബാത്റൂമിലുണ്ട്. ആരതി, മോള് പറ. ഇവളെ ഞാൻ ഒരു തരി പോലും ഇനി വിശ്വസിക്കത്തേ. അയ്യോ, എന്റെ തെറ്റൊന്നും അല്ല. ഞാൻ എന്നെ വിശ്വസിക്കണമെന്ന് പറയുന്നുമില്ല. അല്ല അമ്മേ, ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നേ? അതെനിക്കറിയാലോ. അന്നൊരു ദിവസം അമൂല്യ മഴയത്ത് നനഞ്ഞു വന്നപ്പോ നിങ്ങളെല്ലാരും കൂടെ കള്ളം പറഞ്ഞില്ലേ എന്നോട്? മറച്ചു വെച്ചിരിക്കുകയാണെന്നാ വിചാരിച്ചേ. പക്ഷെ ഇത് അമ്മ എങ്ങനെ അറിഞ്ഞു? അതേന്നെ, ഇവള് തന്നെ പറഞ്ഞേ. ഇവൾ എന്നോടൊന്നും മറച്ചു വെക്കത്തില്ല. എനിക്ക് തോന്നി നമ്മുടെ വീട്ടിൽ ഹരിശ്ചന്ദ്രന്റെ സ്വഭാവം ഉള്ളത് ഒരാൾക്ക് മാത്രമാണ്. നിങ്ങളെല്ലാരും എന്നോട് കള്ളം പറഞ്ഞാലേ എന്റെ മോളെ എന്നോട് ഇതുവരെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്ത് വന്നാലും അവളെല്ലാം തുറന്നു പറയും. എന്നാ പിന്നെ ഇതും പിന്നീട് പറയാം. പോയി കിടന്നുറങ്ങും. എന്താ നീ പറഞ്ഞത്? നമ്മുടെ ചേച്ചിയെ എത്ര നല്ലവളാണെന്ന് പുറകിലൊരു കുത്തുകൊണ്ട പോലുണ്ട്. നിന്നെ പോലുള്ള വഴക്കാളി തല്ലുകൊള്ളി പെൺമക്കളെ വളർത്തിയെടുക്കാനേ ഇവളെ പോലെ ഒരു ചേച്ചി ഉണ്ടായാലേ പറ്റൂ. ഇപ്പൊ പറ, അങ്ങനത്തെ തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ? അയ്യോ ഇല്ലമ്മേ, അങ്ങനെ ഒന്നും അവിടെയൊന്നും ഇല്ല ചേച്ചിമാരെ. വല്ലാത്തൊരു ശല്യമായി പോയല്ലോ നീ. കണ്ടോ ദൈവമേ, എന്നെ ശല്യം വിളിക്കുന്ന. അയ്യോ കരയണ്ട, ദേഹത്തൊക്കെ ആക്കിയോണ്ട് അങ്ങനെ പറഞ്ഞതാ. നീ അത് വിട്. ശരിക്കും നന്നായി തുടക്കേ. എന്ത് പൊട്ടത്തരാ നീ കാണിക്കുന്നേ? ഇനി കരഞ്ഞ ഉണ്ടല്ലോ, ഇത് നീയല്ല. അതുകൊണ്ട് വഴക്ക് പറഞ്ഞേ. നീ എന്റെ അടുത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാനായിട്ടിരുന്നേനെ. പക്ക ഒറിജിനല്, അതും നമ്പർ 1 ക്വാളിറ്റി ആയിട്ട്. നീ എന്റെ കൂടെ ഉള്ളപ്പോഴും ഞാനും കംഫർട്ടബിൾ ആണ്. So sweet. നിന്റെ കെട്ട് ഇതുവരെ പോയിട്ടില്ല അല്ലേ? എന്തിനാ അപ്പം വല്ല കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു? ഞാൻ കുടിക്കാറില്ല, വല്ലപ്പോഴും പോലും ഞാൻ കുടിക്കാറില്ല. ഒരു പാവ സിമ്പിൾ പെൺകുട്ടി. എന്തേലും പ്രശ്നം ഉണ്ടായ റൗഡി ബേബിയാകും. ശരി ശരി, നിന്നെ പോലൊരു പെൺകുട്ടി ഈ ലോകത്തുണ്ടാവില്ല. അതുപോലെ ആദ്യം അത് കുടിക്കാൻ നോക്ക്. ഞാൻ എന്തിനു തൈര് കുടിക്കണം? വെറുതെ. ഇന്ന് തൈര് കുടിക്കേണ്ട ഒരു ദിവസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അത് കഴിക്കണമെങ്കിൽ നീ വാരി തരണം.
സുമേഷ് ഏട്ടാ, ഞാൻ നിൽക്കുന്നു ജഗദീഷ് ഏട്ടൻ. ചോദിച്ചോ? എന്റെ ജഗദീഷ് ഏട്ടാ, എനിക്ക് നിങ്ങളെ കാണുമ്പോ മനസ്സിന് എന്തൊരു സമാധാനമാ കിട്ടുന്നതെന്ന് അറിയോ? ഞാൻ ഈ ജഗത്തിന്റെ ആത്മീയനാ, അതുകൊണ്ടാ എന്റെ അഭിമാനികളെല്ലാം ജെയിംസ് ബോണ്ട് ജഗദീഷ് വിളിക്കുന്നത്. എനിക്ക് നിങ്ങളെ കാണുമ്പോ എന്റെ ദൈവത്തിന്റെ മുഖം ഓർമ്മ നീ വരുന്നത്. ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് ഈ പാനിപൂരി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ മന്ത്രിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാന്നേ. അയ്യോ, നടു റോഡിൽ എന്നെ കൈവിട്ടിട്ട് പോയതാ. സുമേഷ്, മതി. എന്തേ ടേസ്റ്റ് ഇല്ലേ? തുറക്ക്. ആന്ന്. എനിക്ക് വേണ്ട. ഇതിപ്പോ കഴിക്കേണ്ട ആവശ്യം നിനക്കാ. എന്ത്? നിനക്ക് കഴിക്കാൻ പറ്റില്ലേ? എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങോട്ടേക്ക് താ, ഞാൻ കഴിച്ചോളാം. നല്ല കുട്ടി, നല്ല മിടുക്കൻ കുട്ടിയാ നീ. ശരി ശരി, മുഴുവൻ കഴിച്ചില്ല, ഇനി വീട്ടിലേക്ക് പോവാം. അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം ചെയ്യണം. അതെന്താ? അതെന്ത് കാര്യം? എനിക്കങ്ങനെ അറിയാനാ? ബിസിനസ് ഐക്കൺ ഓഫ് ദ ഇയർ വേദാന്ത് മേനോൻ നീയല്ലേ? നീ തന്നെ പറ. പെണ്ണുങ്ങൾ കൂടെ ഉള്ളത് തന്നെ കഷ്ടമാ. ഇങ്ങനെ കുടിച്ചിട്ടുള്ള ഒരു പെണ്ണാണെങ്കിൽ അത് അതിലും വലിയ കഷ്ടമാ. മൈൻഡ് വോയിസിൽ നീ എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണല്ലേ? നോ നോ, അങ്ങനെയൊന്നുമില്ല. എന്നാ മിണ്ടാതെ വാ. നടക്ക്. ഏയ്, ഏയ്, ആരില്ലെന്നാ നീ പറഞ്ഞേ? അത് അമ്മ, അത് അടുത്ത വീട്ടിലെ കുഞ്ഞമ്മ. അടുത്ത വീട്ടിലെ കുഞ്ഞമ്മയോ? ആക്ച്വലി കൊച്ചച്ഛന്റെ ഭാര്യ. അവരുടെ മകന് അമ്മയായി വരും. അനിയത്തിക്ക് ചേട്ടത്തിയും. ആ വീട്ടിലെ മുത്തശ്ശിക്ക് മരുമകൾ. മുത്തശ്ശന്റെയും മരുമകളായി വരും. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? എന്തൊക്കെയാ വായി വരുന്ന വിളിച്ചു പറയുന്നേ? ഇതുകൊണ്ടാ പറയുന്നേ പാതിരാത്രിയില് വക്കാലത്ത് നടത്താൻ വരരുതെന്ന്. അമ്മ എന്തിനാ ഇങ്ങനെ ഓരോ സംശയം കൊണ്ട് വരുന്നേ? ഞങ്ങളെ ദ ഗ്രേറ്റ് മഞ്ജുനാഥിന്റെ മക്കളാ. അതുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്ത ചരിത്രമേ ഇല്ല. പിന്നെ ഞങ്ങളുടെ ജാതകത്തിലും അത് എഴുതിയിട്ടില്ല. ഓ, ആവശ്യമില്ലാത്ത കാര്യത്തിന് വന്ന് എന്റെ ഉറക്കം മൊത്തം ഞാൻ കളഞ്ഞു. നാളെ എനിക്കൊരു ചെറിയ കാറ്ററിംഗ് വർക്ക് ഉണ്ട്. നേരത്തെ എണീച്ചാലേ പറ്റൂ. എല്ലാരും കിടക്കും. ബാത്റൂം എന്ന് പറഞ്ഞല്ലോ. അമ്മേ, അമ്മ എന്താ അമ്മേ ബാത്റൂമിന്റെ അകത്ത് പോയി നോക്കാൻ പോകണോ? ചേച്ചി, എന്ത് വൃത്തിയായിട്ട സംസാരം നീ സംസാരിക്കുന്നേ? കോളേജിൽ പോകുന്ന ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയാനാണോ എന്റെ ദൈവമേ? ഇത്രയും നാള് ചെയ്യാത്ത അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യണമെന്ന് പറയുമ്പോ നീ എന്നെ എവിടേക്കോ വിളിച്ചോണ്ട് പോവാണല്ലോ. നീ കഴുതയെന്ന് വീണ്ടും തെളിയിക്കുക. നിനക്ക് തീരെ ബുദ്ധിയില്ലേ? ഹാവ് പേഷ്യൻസ്. അതൊക്കെ ഓക്കെ. നീ സത്യം പറ, നമ്മളിപ്പോ എവിടേക്കാ പോകുന്നേ? നമ്മൾ എങ്ങോട്ടേക്കും പോകുന്നില്ല. നിനക്കൊരു അഡ്വഞ്ചർ ചെയ്താ പോരെ? ഇപ്പൊ ശരിയാക്കി തരാം. ഹായ്, നിന്റെ കാലിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ? കൊള്ളാലോ മോനെ, എനിക്ക് സന്തോഷായി. എന്തിനാ ഈ ഇളിച്ചോണ്ടിരിക്കുന്നേ? ഗോ.
ബി കെയർഫുൾ അമൂല്യ. ഞാൻ സൂക്ഷിച്ചാ നിൽക്കുന്നേ. നീ സൂക്ഷിക്ക്, നേരെ നോക്കി വണ്ടി ഓടിക്ക്. ഇങ്ങനൊരു പൊട്ടി പെണ്ണ്, ചെറിയൊരു കാര്യം മതിയൊക്കെ എത്ര സന്തോഷിക്കാൻ. മതി അമൂല്യ, ഇങ്ങോട്ട് ഇറങ്ങി വാ. താഴെ വന്നിരിക്കുക അമൂല്യ. പറ്റില്ല, എനിക്ക് ഇനി സന്തോഷിക്കണം. ഞാൻ ഇരിക്കില്ല. ഇരുന്നു. സമാധാനായോ? അടുത്ത എന്താ? യാ, വാട്ട്സ് നെക്സ്റ്റ്? കാറ് നിർത്തൂ. എന്തു പറ്റി? അയ്യോ അർജന്റ്. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. പെട്ടെന്ന് ഇപ്പൊ നിനക്ക് എന്താ പറ്റിയേ? അമൂല്യ, നീ എങ്ങോട്ടേക്ക് പോന്നേ? സിഗരറ്റ് വലിക്കാൻ പോവാണോ? വാട്ട്സ് റോങ് വിത്ത് യു? ആർ യു കിഡിങ് മീ? അയ്യോ എനിക്ക് അങ്ങനത്തെ ഐഡിയ ഒന്നും വരെയില്ല. അതിലൊന്നും ഒരു സീനും ഇല്ല. ശരി, ഞാൻ ആ യോഗട്ടിന്റെ പാക്കറ്റോടെ. ചേച്ചി, എനിക്ക് തരുന്ന പറഞ്ഞാലേ ഇഷ്ടമല്ല. വാട്ട്? പിന്നെ നീ എന്തിനാ അപ്പം മുഴുവൻ കഴിച്ചത്? അത് നീ തന്നതല്ലേ, അതുകൊണ്ടാ ഞാൻ അപ്പൊ വേണ്ടെന്നൊന്നും പറയാതിരുന്നു. ചേട്ടാ, എന്റെ റെഗുലർ 2 എന്താ? ഒരു മിനിറ്റ് ഇപ്പൊ തരാം. എടി, നീ ഇതൊക്കെ കഴിക്കോ? അമ്മ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാതിരിക്കോ? നല്ല വെറ്റില, മണമുള്ള പാക്ക്, വെളുത്ത ചുണ്ണാമ്പ്, അങ്ങനെ എല്ലാം കൂടെ വായിലേക്ക് അങ്ങ് ഇടുമ്പോഴേക്കും ഭൂമിന്ന് ആകാശത്തിലേക്ക് പറന്നു പോകുന്ന പോലെ സന്തോഷം തോന്നും. പൊട്ട, നീ അത് വിശ്വസിച്ചോ? കൊക്കോകോള കുടിച്ചാ പോലും പ്രശ്നം. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ പോലൊരു പെൺകുട്ടിയെ നീ വേറെ കണ്ടിട്ടുണ്ടോ? കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കഴിക്കുന്നേ? അയ്യോ, ഇത് ടൊബാക്കോ പാൻ അല്ല, സിമ്പിൾ സ്വീറ്റ് പാൻ. നിന്നെ പോലെ തന്നെയാ. എനിക്കൊന്നും ഇഷ്ടമല്ല, ഇതൊന്നും ശീലമല്ല. എന്തിനാ ഇതിനൊക്കെ ഇങ്ങനെ വാശി കാണിക്കാൻ നിൽക്കുന്നേ? ഇത് വെറും സ്വീറ്റ് പാനാ, ഒന്നും സംഭവിക്കില്ല. കഴിച്ചോ. കുഴപ്പമില്ല, എനിക്ക് വേണ്ട. വേണ്ടെന്ന് നീ പറഞ്ഞ കേക്കുന്ന എന്തിനാ? ഇത് നീ എന്തായാലും കഴിച്ചേ പറ്റൂ. എടി, എനിക്ക് ചേട്ടാ, എന്തിനാ എന്നോട്ട് തൊട്ടേ? സ്റ്റാച്ചു ഒന്ന് പുറത്തു വാ. ഇവിടെ നിൽക്ക്, കാർ എടുത്തിട്ട് വരാം. എന്തേ, കാറിൽ പെട്രോൾ കുറെ ഉണ്ടോ? വാട്ട്? പിന്നല്ലാതെ, എന്റെ വീട് ഇവിടെ അടുത്തല്ല, അതിന് നിന്റെ കാറ്. എന്റെ വോയിന്ന് കേട്ടില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ല അല്ലേ? ഇല്ല, നീ എന്ത് ചെയ്യും? എടി കഴുതേ. അഹങ്കാരി. എടി, ഒരേയുമില്ല, നീ അഹങ്കാരി തന്നെയാ. ഞാൻ ഉണ്ടല്ലോ.
എടീ, എന്താ നോക്കി നിൽക്കുന്നേ? വഴക്കിനുള്ള പരിപാടിയാണോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നേ? ആരെയാ നോക്കുന്നേ? ഞാൻ സ്വപ്നം കണ്ട് നിന്നുപോയി. ഈയിടെയായിട്ട് നാട് റോഡിൽ നിന്ന് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. എന്നാൽ എന്ത് കണ്ടാലും അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും. പക്ഷെ ഇവളെ മാത്രം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ലൈറ്റ് എല്ലാം ഓഫാണ്. ചേട്ടൻ ചിലപ്പോ ഉറങ്ങിക്കാണും. വെറുതെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? ചേട്ടാ, നീയായിരുന്നല്ലേ? ഞാൻ വിചാരിച്ച ചേട്ടനായിരിക്കുന്നു. ചേട്ടൻ ചിലപ്പോ അമൂല്യയുടെ വീട്ടിൽ പോയി കാണും. ഞാൻ മുത്തശ്ശി ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. അമൂല്യ ഓക്കെ അല്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, അമൂല്യ ഓക്കെയാ. പക്ഷെ വേദാന്ത ചേട്ടനെ മനസ്സിലാവാത്തെ. എന്റെ ഈ ചേട്ടനുണ്ടല്ലോ, ഇയാളെ ഒന്നും പറയാൻ തോന്നുന്നു. ചേട്ടാ കാം ഡൗൺ. നീ എന്തിനാ ഇത്രയും സ്ട്രെസ് ആവുന്നേ? ഇതെന്താ ഒന്നും അവന് മനസ്സിലാവാത്തെ? അമൂല്യ അവന് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം അവനറിയാം. ഇവനും അവൾ ഒരുപാട് ഇഷ്ടമാ. പക്ഷേ ചേട്ടാ, അതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. നമ്മളാണ് അവരെ കളയിക്കൊണ്ടിരുന്നത്. അതല്ലേ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നേ. ഒരുപക്ഷെ രണ്ടാളുടെ മനസ്സിൽ അങ്ങനൊന്നും ഇല്ലെങ്കിലോ? നീ എന്തീ പറഞ്ഞു വരുന്നേ? നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊന്നും ചേട്ടൻ അറിയില്ല. അവന്റെ മനസ്സിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നിരിക്കും അമൂല്യയോട്. അതുമാത്രമല്ല, അമൂല്യക്ക് തിരിച്ചും ആ പ്രണയം ഉണ്ടെന്നുള്ള കാര്യം ചേട്ടൻ ഇതുവരെ മനസ്സിലായില്ല. ഈ കാര്യത്തിൽ നമ്മൾ തിടുക്കം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കാത്തു നിന്നേ മതിയാവൂ. നിനക്ക് ഉറപ്പാണോ? ഉറപ്പായിട്ടും. ഫോഴ്സ് ചെയ്ത് ഫീലിങ്സ് ഉണ്ടാക്കാൻ ഒട്ടും സാധിക്കില്ല. ഒപ്പം ഇല്ലാത്ത ഫീലിങ്സിനെ തോന്നിപ്പിക്കാനും പറ്റില്ല. നീ പറയുന്നത് ശരിയാണ്. ഇപ്പൊ കുറച്ച് റിലാക്സേഷൻ തോന്നുന്നുണ്ട്. ഞാനിപ്പോ ഹെഡ് മസാജ് ചെയ്തില്ലേ, അതുകൊണ്ട് അങ്ങനെ തോന്നുന്നേ. നീയും ചേട്ടനും കൂടി ഹെഡ് മസാജ് ചെയ്യാൻ വേണ്ടി ചെറുപ്പം മുതലേ എന്നെ ഒരുപാട് ശല്യം ചെയ്യായിരുന്നു. ഞാനിപ്പോ പറഞ്ഞത് ഫിസിക്കൽ സ്ട്രെസ്സിനെ കുറിച്ച് അല്ലാതെയാ. മനസ്സിന് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. പണ്ടൊക്കെ നീ ഫിസിക്കൽ സ്ട്രെസ് മാറ്റാൻ സഹായിക്കുമായിരുന്നു. ഇപ്പോ മെന്റൽ സ്ട്രെസ്സിനെ മാറ്റാനൊക്കെ നീ പഠിച്ചിട്ടുണ്ട്. നമ്മള് മനുഷ്യരെ മനസ്സിലാക്കാൻ തുടങ്ങിയ അവരെ മനസ്സിലാക്കാൻ പറ്റും. എന്നേക്കാ നന്നായിട്ട് നിന്നെ വേറെ ആരും മനസ്സിലാക്കാനാ? ഞാൻ ഉണ്ടാക്കാം. ബാ. തലയെല്ലാം വേദനിക്കുന്നുണ്ടല്ലോ.